ഹലോ ഓൾ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ളൊരു രസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ഐറ്റംസ് നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കാം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. പിന്നെ വെളുത്തുള്ളി വേണം. ചെറിയ ഉള്ളി ഒരു 7 എണ്ണം, വെളുത്തുള്ളി നമുക്കൊരു 6 എണ്ണം ആയിട്ട് എടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ടത് ഒരു മിക്സിയുടെ ജാറാണ്. അതിലേക്ക് കുരുമുളക് എടുക്കാം. കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ചെറിയ ജീരകം വേണം. അതൊരു 1/2 ടീസ്പൂൺ മതിയാകും. ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, അതിലൊരു ഹാഫ് പോർഷൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേവിച്ചിട്ടുള്ള തക്കാളിയാണ്, ഒരെണ്ണം മതിയാകും. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി വേണം 1/2 ടേബിൾ സ്പൂൺ. പിന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ വേണം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ രസത്തിൻ്റെ പകുതി പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു നെല്ലിക്ക വലിപ്പത്തിലൊരു പുളി എടുക്കാം. ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കപ്പ് വെള്ളത്തിലേക്ക് ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി എടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ശേഷം അതിലേക്ക് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഉലുവ വേണം, 1/4 ടീസ്പൂൺ. പിന്നെ നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടുണ്ടായില്ലേ, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് മുമ്പ് കറിവേപ്പില വേണം കേട്ടോ, മറക്കരുതേ. ഇനി മിക്സ് ചെയ്യാം, നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ ഒരു അരപ്പ്, അത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, പച്ചമണം മാറുന്ന വരെ. ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പീഡിൽ കാണിക്കുന്നത്. ഇനി ലാസ്റ്റ് ഒരു പിഞ്ച് കായം പൊടി കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ശേഷം ഒരു 1/2 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ രസം ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പ്രീവിയസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.